യെസ്, ഇനി നമ്മൾ പാലക്കാടേക്കാണ് പോകുന്നത്. അവിടെ നമ്മുടെ അരുൺ ആലത്തൂർ തയ്യാറാണ്. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് ഇനത്തിൽ മുൻ വർഷങ്ങളേക്കാൾ കൂടുതൽ തുക അനുവദിച്ച് നരേന്ദ്രമോദി സർക്കാർ. ഒറ്റപ്പാലം നഗരസഭയ്ക്ക് മാത്രം 14 കോടിയോളം രൂപ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുമെന്ന് നഗരസഭ ഡെപ്യൂട്ടി ലീഡർ പറഞ്ഞു. സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഫണ്ട് വെട്ടിക്കുറയ്ക്കുമ്പോഴാണ് കേന്ദ്രത്തിന്റെ കൈത്താങ്ങ്. ആദ്യം അവിടെ നിന്നുള്ള നിർണായകമായ പ്രതികരണത്തിലേക്ക്. ഒറ്റപ്പാലം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം 6,17,00,000 രൂപയുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ട് അനുവദിച്ചു തരണമെന്നുള്ള അപേക്ഷ മുന്നിട്ട് വെക്കുമ്പോൾ 2 കോടി രൂപ നൽകിക്കൊണ്ടാണ് കോൺഗ്രസ് ഗവൺമെന്റ് ഇത്തരത്തിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. എന്നാൽ നരേന്ദ്രമോദി സർക്കാർ ചെയ്തത് എന്താണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ടൈഡ് ബേസിക് ഗ്രാന്റ് ഫണ്ട് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഒറ്റപ്പാലം നഗരസഭയ്ക്ക് ഏകദേശം 14 കോടി രൂപയോളമാണ് ഇത്തരത്തിൽ അനുവദിച്ചു നൽകിയിരിക്കുന്നത്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ശീരുകയാണ്. അരുൺ, അതായത് മുൻവർഷങ്ങളെക്കാൾ കൂടുതൽ തുക അനുവദിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിലുള്ള സർക്കാർ. എന്തായാലും ഒറ്റപ്പാലം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു ചേർത്ത് പിടിക്കലാണ് കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടായിരിക്കുന്നത്, അല്ലേ? എത്രത്തോളം ആശ്വാസമാണിത് നഗരസഭയ്ക്ക്? കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലഘട്ടത്തിൽ വിവിധ സമയങ്ങളിലായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്ന ഒരു സമീപനമായിരുന്നു സ്വീകരിച്ചിരുന്നത്. തുടർന്ന് UDF അധികാരത്തിലേറിയതോടുകൂടി ഈ ഫണ്ട് വർദ്ധിപ്പിക്കുമെന്നുള്ളതായിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ കരുതിയത്. പക്ഷേ VD സതീശൻ സർക്കാരും ഈ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഫണ്ട് വീണ്ടും വെട്ടിക്കുറയ്ക്കുന്ന നടപടിയാണ് സ്വീകരിച്ചത്. അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംസ്ഥാനത്ത് നടക്കുകയുണ്ടായി. മാത്രമല്ല UDF ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ പോലും ഈ നടപടി ശരിയല്ല എന്ന അഭിപ്രായവുമായി രംഗത്തെത്തുകയൊക്കെ ചെയ്തു. ഒരു വശത്ത് സംസ്ഥാന സർക്കാർ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് കേന്ദ്രത്തിൽ നിന്ന് ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ കൂടുതൽ പിന്തുണ നൽകി രംഗത്ത് വന്നിരിക്കുന്നത്. ഈ ഒറ്റപ്പാലം നഗരസഭയിൽ സംബന്ധിച്ചിടത്തോളം അവരുടെ വികസന പ്രവർത്തനങ്ങൾക്കൊക്കെ ഇത് വലിയ രീതിയിൽ ഗുണം ചെയ്യും എന്നുള്ളതാണ് അവിടുത്തെ ഡെപ്യൂട്ടി ലീഡറായ സ്വരൂപ് പറയുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള 15ാം ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് ഈ വർഷം മുൻ വർഷങ്ങളെക്കാൾ കൂടുതൽ തുകയാണ് മോദി സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ കേരളമാണ് എന്നുള്ളതാണ്. ഇതിൽ ഒറ്റപ്പാലം നഗരസഭയ്ക്ക് 6,17,00,000 രൂപയ്ക്ക് അനുവദിക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് ഫണ്ട് ആവശ്യപ്പെട്ടപ്പോൾ 2 കോടി രൂപ മാത്രമാണ് അനുവദിച്ചത്. പക്ഷേ മോദി സർക്കാർ 14 കോടിയോളം രൂപ നഗരത്തിന്റെ. തീർച്ചയായും അരുൺ, അതായത് സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഫണ്ട് ഇങ്ങനെ വെട്ടിക്കുറയ്ക്കുമ്പോഴാണ് കേന്ദ്ര സർക്കാർ അവിടെ കൈത്താങ്ങ് ആകുന്നത് എന്നുള്ളതാണ് അരുൺ ആലത്തൂർ റിപ്പോർട്ട് ചെയ്തത്.